ഹറാമായ ഏതൊരു ബന്ധത്തെയും നമുക്ക് വേർപിരിക്കാം. ഈ ഒരു കളം കൊണ്ടുള്ള ഈ ഒരു അമൽ നീ ചെയ്താൽ ഹറാമായ ഏതൊരു ബന്ധത്തെയും നിനക്ക് തന്നെ വേർപിരിക്കാൻ സാധ്യമാകും. ഭർത്താവിന്റെ അവിഹിത ബന്ധങ്ങളെ വേർപിരിക്കാൻ നിനക്ക് തന്നെ സാധ്യമാകും. ഈ അമൽ ചെയ്യാൻ നീ ഒരു രൂപ പോലും ചെലവാക്കണ്ട. വീട്ടിലിരുന്ന് സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ. ഇനി നിന്റെ ഭർത്താവ് നിന്നിൽ സുരക്ഷിതമാണ്, പൊന്നുമക്കൾ നിന്നിൽ സുരക്ഷിതമാണ്, ഒരു വേറിട്ട ബന്ധത്തിലും അവർ നീങ്ങുകയില്ല, പോവുകയില്ല. ഈ അമലൊന്ന് ചെയ്തു നോക്ക്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച മുജറമായിട്ടുള്ള അമൽ. ഒരു അത്ഭുത കളമാണ് ഈ ഒരു കളം. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം മാതാപിതാക്കൾ, ധാരാളം ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ എന്നെ സമീപിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തങ്ങളെ ഞങ്ങൾ സമാധാനത്തോടുകൂടി, റാഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിച്ച് കടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് മൂന്നാമതൊരാൾ വന്നത്. അതോടുകൂടി ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി. വലുതായി പ്രയാസപ്പെട്ടു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മൂന്നാമത്തെ വ്യക്തി കടന്നു വരലോടുകൂടി സ്നേഹങ്ങളില്ലാതെയായി. ഞങ്ങളിടയിൽ എപ്പോഴും കലഹങ്ങളും പ്രയാസങ്ങളും കൂടിക്കൂടി വന്നു. ബന്ധങ്ങൾ വേർപിരിയുന്ന രീതിയിലേക്ക് വരെ എത്തി. ഭർത്താവിൻ്റെ അന്യസ്ത്രീ ബന്ധം, പരസ്ത്രീ ബന്ധം, ഭാര്യയുടെ പരപുരുഷ ബന്ധം. ഞങ്ങൾ റാഹത്തായിട്ട് മകളെ പഠിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു. അവർ വേറിട്ടൊരു ബന്ധത്തിൽ പോയി പെട്ടു. തങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല. അവളെ നല്ല രീതിയിൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവളെ കെട്ടിച്ചു വിടാനാണ്, ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവൾ അതിലേക്കൊന്നും വഴങ്ങുന്നില്ല. അവൾ ആഗ്രഹിച്ച ആ വ്യക്തിയുടെ കൂടെ മാത്രം ജീവിക്കുള്ളൂ എന്നാണ് അവൾ വാശി പിടിക്കുന്നത്. എല്ലാ ഹറാമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ വേർപിരിക്കാൻ, വ്യഭിചാരം പോലുള്ള ഇത്തരം ഹറാമുകളിൽ നിന്ന് ഒന്ന് വേറിട്ട് കിട്ടാൻ ഏത് അമലാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? സങ്കടം പറഞ്ഞ് ധാരാളം ആളുകളുണ്ട്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് സങ്കടം പറഞ്ഞ ധാരാളം സഹോദരിമാർ, കുടുംബിനികൾ, 3-4 മക്കളായി. അദ്ദേഹം വേറൊരു ബന്ധത്തിലാണ്, ഞങ്ങൾ നോക്കുപോലുമില്ല, ഞങ്ങൾക്കൊരു ചെലവിന് പോലും രൂപ അയച്ചു തരാറില്ല, ഞങ്ങളെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് സങ്കടം പറഞ്ഞ് ധാരാളം സഹോദരിമാർ, ധാരാളം സഹോദരന്മാർ. ഭാര്യക്ക് പരപുരുഷ ബന്ധങ്ങളുണ്ട്, അതൊന്ന് ഒഴിവായി കിട്ടാൻ. അല്ലെങ്കിൽ മകൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട്, ഞങ്ങളെ കുടുംബമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു വ്യക്തിയുമായിട്ട് ഒരു അഫെയർ ഉണ്ട്, ഒരു ബന്ധമുണ്ട്, അതൊന്ന് വേറിട്ട് കിട്ടാൻ. അല്ലെങ്കിൽ മകൻക്ക് ഇത്തരം ബന്ധങ്ങളുണ്ട്, അതൊന്ന് വേറിട്ട് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. അവർക്ക് പറ്റിയ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ ഒരു കളം വെച്ചിട്ടുള്ള ഈ ഒരു അമൽ ചെയ്താൽ ഏതൊരു ഹറാമായിട്ടുള്ള ബന്ധവും തകർന്നു പോകും. ഒരാൾ ദുരുപയോഗപ്പെടുത്തരുത്. ദുരുപയോഗപ്പെടുത്തിയാൽ അതിന് ഫലം ഉണ്ടാവില്ല, വെറുതെ ചെയ്യൽ മാത്രമാകും. അതായത് നല്ല സ്നേഹമുള്ള, നല്ല ഐക്യമുള്ള അവരെന്ന് പിരിക്കാൻ വേണ്ടി ഈ അമൽ ആരും ഉപയോഗിക്കരുത്. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? ഈ ഒരു അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ന് നേരിട്ട് കാണാനുള്ള അവസരം. ഇനി കൺസൾട്ടിങ്ങളുടെ ഡേറ്റ് ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാകുന്നത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. നമ്മുടെ സകല പ്രയാസങ്ങളും, സകല ഇടങ്ങേറുകളും അല്ലാഹു ഇനി തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. എല്ലാവിധ മുസീബത്തുകളും ഇടങ്ങേറുകളും അല്ലാഹു ഞങ്ങൾക്ക് നീ തീർത്ത് ജീവിതത്തിൽ മനസ്സമാധാനം
ഞങ്ങൾക്ക് നൽകണം അല്ലാ, മനസ്സമാധാനം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ. ഏതാണ് അമൽ? ഈ അമൽ ചെയ്യാൻ വെള്ള പേപ്പർ എടുക്കാം, വെള്ള ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്ത് ഒരു കറുത്ത CD മാർക്കർ, കറുത്ത മഷി CD മാർക്കർ വാങ്ങുക, ചെറിയ മാർക്കർ, ഇതുപോലുള്ള ചെറിയൊരു മാർക്കർ വാങ്ങും. CD മാർക്കർ വാങ്ങിയിട്ട് ഈ വെള്ള പേപ്പറിലേക്ക് ഞാൻ ഈ കൊടുത്ത ഈ ഒരു കളം, ഈ കളത്തിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇത് തിരിയൂല, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഈ കളത്തിൽ 3 കള്ളിയുള്ള ഈ ഒരു കളം ഞാൻ സ്ക്രീനിൽ കൊടുത്തതുപോലെ ഇതിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തത് കൗലുഹു, കണ്ണങ്ങൾ വരച്ചത് കണ്ട കൗലുഹു, നേരെ വര, ലാമിൻ്റെ വര ഹായിലേക്ക് മുട്ടും അല്ലേ, കൗലുഹു കണ്ടില്ല എല്ലാവരും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് അൽ ഹക്കു, ഹായിൻ്റെ വര ഖാഫിലേക്ക് ഒന്ന് മുട്ടും, അൽ ഹക്കു. പിന്നെ അവിടെ നിന്ന് വലഹു, ലാം അവസാനിക്കുന്നത് ഹായിലേക്ക്. പിന്നെ അൽ മുൽക്കു എന്നവിടുന്ന് നേരെ മുകളിലേക്ക്. അങ്ങനെ 3 കള്ളിയുടെ ഈ കളം വരച്ചിട്ട് മുകളിൽ ജബ്രായിൽ, അതിൻ്റെ സൈഡിൽ, അതായത് കൗലുഹു എന്ന ഭാഗത്ത് ജബ്രായിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും. പിന്നെ അൽ ഹക്കു എന്ന ഭാഗത്ത് മീകായിൽ, വലഹു എന്ന ഭാഗത്ത് ഇസ്രാഫീൽ, അൽ മുൽക്കു എന്ന ഭാഗത്ത് അസ്രായിൽ എന്ന് ചെരിച്ചെഴുതിയ ഞാൻ എഴുതിയിട്ടുണ്ട്, ചെരിച്ചെഴുതുക. മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് നിങ്ങളുടെ കളം കണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ഇത് ഇങ്ങനെ ഇപ്പം എന്താന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞ് വിശദീകരിച്ച് തരുന്നത്. മുകളിൽ ഫിറാഖ്, അതിൻ്റെ സൈഡിൽ റബത്ത്, അടിയിൽ ഫിറാഖ്, സൈഡിൽ റബത്ത്. പിന്നെ ഞാൻ ഈ സൈഡിൽ വേറൊരു കളം കണ്ട, മുകളിൽ എഴുതിയതുപോലെ കണ്ടില്ലേ, അവിടെ ആണാണെങ്കിൽ റബത്തു ദക്കരി ഫുലാനി ബിനി ഫുലാന അലാ ജമീഇ നിസാഇ ഇലാ അലൽ സൗജാതിഹി ഔ മാ മലക്കത്ത് യമീനുഹു എന്നെയ്ത്. അവിടെ റബത്തു ദക്കരി ഫുലാനി ബിനി ഫുലാന എന്ന ഭാഗത്ത് പുരുഷനാണെങ്കിൽ ഞങ്ങളുടെ മകനാണ് ഇത്തരം പ്രയാസത്തിൽ, അല്ലെങ്കിൽ ഭർത്താവാണ് ഇത്തരം അവിഹിതമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ, സ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല, ഒരു സ്ത്രീയുമായിട്ട് മാത്രമേ ഉള്ളൂ, എങ്കിലും ആ ഭർത്താവ് ആ സ്ത്രീയിൽ നിന്ന് വേറിട്ട് കിട്ടാൻ, അവരുമായി വെറുപ്പുണ്ടായി ആ ഹറാമായ ബന്ധത്തിൽ നിന്ന് വേറിട്ട് കിട്ടാൻ, നമ്മളെയും മക്കളെയും പൊന്നുപോലെ നോക്കാൻ, പഴയതുപോലുള്ള സ്നേഹത്തിലായി കിട്ടാൻ അവിടെ ഭർത്താവിൻ്റെ പേര് ഇത് റബത്തു ദക്കരി. ഈ ഭർത്താവിൻ്റെ പേര് മുഹമ്മദാണ്, മുഹമ്മദ് ബിനി ഫാത്തിമ ഉമ്മാൻ്റെ പേര് അവിടെ ഇതാ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ല, നമ്മളെ ഭാര്യയാണ് ഇത്തരം പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മകള് നമ്മൾ ആഗ്രഹിക്കാത്ത, മകളെ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, പക്ഷേ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിലാണ് അവൾ പോയി ചാടിയിട്ടുള്ളത്. അവൾ ആ ബന്ധത്തിൽ നിന്ന് വേറിട്ട് കിട്ടണം. നമുക്ക് ഒരു ഒരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ മകളെ ഒരാളെ കയ്യിലേക്ക് ഏൽപ്പിക്കണം, അല്ലേ? അതാണ് ഒരു മാതാവും ഒരു പിതാവും ആഗ്രഹിക്കുന്നത്. അതിലേക്ക് മകളെ കിട്ടാൻ, മകളെ പേര് റബത്തു ഫർജി, അവിടെ ഫർജി എന്നെഴുതാം. മകളുടെ പേര് ഫാത്തിമ ബിൻതി, ഉമ്മാൻ്റെ പേര് നഫീസാൻ്റെ മകൾ ഫാത്തിമ. എന്നിട്ട് അല ജമീഇ റിജാലി, നിസാഇ എന്ന് പറയുന്നത് റിജാലി, ഇലാ അലൽ സൗജിഹ ഔ മാ മലക്കത്ത് യമീനുഹു എന്നെഴുതാ. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ പേപ്പറിലേക്ക് സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ വസ്ത്രം ഒരു കർച്ചീഫിൻ്റെ രൂപത്തിൽ മുറിക്കുക, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ നഖം, അല്ലെങ്കിൽ മുടി, ഇതിലേക്ക് ഈ കളത്തിലേക്ക് വെച്ചതിന് ശേഷം ഈ പേപ്പർ, നമ്മൾ എഴുതിയ കളം വരച്ച പേപ്പർ 3 മടക്കിയതിന് ശേഷം ചെറിയൊരു കുഴി ഒഴിച്ചത്, എവിടെയും നമ്മളെ ഭൂമിയിലും എവിടെയും പറ്റും,
ചെറിയ കുഴി കുഴിച്ച് അതിലേക്ക് ഇത് വെച്ച് മൂടി മുകളിലൊരു കല്ല് വെക്കുക. ഇനിയിപ്പോൾ നഖവും മുടിയും കിട്ടൂല, വസ്ത്രം മാത്രം മതി. ഇത് 3 കിട്ടില്ലെങ്കിൽ പോലും ഇത് മടക്കി കുഴിച്ചിട്ട് ജസ്റ്റ് ഒരു കല്ല് വെക്കുക. എന്നാൽ ഈ ഹറാമായിട്ടുള്ള ഈ ഒരു ബന്ധം പിരിഞ്ഞു കിട്ടും. അതാണല്ലോ വേണ്ടത്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഹറാമായൊരു ബന്ധത്തിലേക്ക് നമ്മളെ ഭർത്താവ് പോകരുത്, നമ്മളെ മക്കൾ പോവരുത്. ആരും ഹറാമായിട്ടുള്ള ഇങ്ങനെ ഒരു ബന്ധങ്ങളിലേക്ക് പോകരുത്. അതിനെ തടയിടാനാണ് ഈ ഒരു അമൽ. മറ്റൊരു രീതിയിലും ഈ അമൽ ദുരുപയോഗപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് അപകടമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അമലിനെ ചെയ്തുകൊണ്ട് നമ്മളെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കാം. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു ഈ അമൽ ചെയ്യാനും ഇതിന് വലിയ ഉത്തരം ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹ് എല്ലാവർക്കും അതിനുള്ള ഇജാസത്ത് തരണം. എല്ലാവരും ചെയ്യാം, ഇത്തരം പ്രയാസപ്പെടുന്ന എല്ലാവരും ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നിന്ന് നിഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ധാരാളം അമലുകൾ, ആളുകൾക്ക് ഉപകരിക്കുന്ന, ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന മേഖലയിൽ വലിയ ആശ്വാസം പകരുന്ന ഇത്തരം അമലുകൾ നമ്മൾ ഓരോരോ അമലുകൾ പറയാറുണ്ട്. സ്വീകരിക്കുന്നവരുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വച്ച് അതിനെ സ്വീകരിക്കുന്ന ഇട്ടം വെക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ്, സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കാം. അത് നല്ലൊരു പൊരുത്താണ്. എന്നിട്ട് ഇത് ഉപകരിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയുള്ള അമൽ നിങ്ങൾക്ക് വേഗം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ, ഈ ഒരു മജ്‌ലിസിനോടൊപ്പം കൂടെ ചേരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇത്തരം ലിങ്കുകൾ എത്തും. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ